പ്രിയപ്പെട്ടവർക്കും അഖില ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ വന്ദനം ഞങ്ങൾ അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിച്ച വിവിധ സ്ഥലങ്ങളിൽ ഈ വടശ്ശേരിക്കരയുടെ ചുറ്റുപാടുമുള്ള വിവിധ സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് സുവിശേഷീകരണ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ നാം ഓരോ ദിവസവും നമ്മുടെ കണ്ണോടിക്കുമ്പോൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഓരോ വസ്തുതകളെയും കുറിച്ചുള്ള ചിന്തകളും അപ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തെ മുഴുവനുമായി ഗ്രസിച്ചിരിക്കുന്ന ലഹരി മരുന്നുകളുടെ അമിതമായ ഉപയോഗം, മദ്യപാനം, മറ്റ് സാമൂഹിക തിന്മകൾ ഇത്യാദിയായ വിഷയങ്ങളെ കുറിച്ചും അവയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഈ സമൂഹത്തെ രക്ഷിക്കുവാൻ കഴിയും എന്നിത്യാദി വിഷയങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ട് നടത്തുന്ന ലഘുവായ സംഭാഷണമാണ് ഇന്ന് നിങ്ങളുടെ കേൾക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ടതായ സമയത്തെ ഞങ്ങൾ അല്പനേരത്തേക്ക് ഞങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ സമൂഹത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ മറ്റ് സാമൂഹികമായ ഒരു അതിർവരമ്പുകളുമില്ലാതെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും വ്യാപരിക്കുന്ന തിന്മയുടെ പ്രതീകങ്ങൾ, പ്രവർത്തികൾ മനുഷ്യനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായവ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ തിന്മയുടെ വഴിത്താരയിലേക്ക് വലിച്ചഴക്കപ്പെടുന്ന മാനവജാതിക്ക് രക്ഷയ്ക്കായി, വിടുതലിനായി, വിമോചനത്തിനായി എന്താണ് വഴി എന്നുള്ള കാര്യം അല്പം വിശദീകരിച്ച് സംസാരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിന്റെ ചുരുക്കത്തിൽ അത്യാവശ്യമായി ചില കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണമാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള തിന്മ പ്രവർത്തികൾ, ലഹരി മരുന്നിന്റെ അമിതമായ ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ ഭീകരമായ കൊലപാതകങ്ങളോ മറ്റങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏതെങ്കിലുമൊക്കെ വടക്കേ ഇന്ത്യയിലെ കുഗ്രാമങ്ങളിലൊക്കെയാണ് നമ്മൾ സാധാരണ കേട്ടുകേൾവിയുള്ളത്. എല്ലാ തിന്മയുടെയും പ്രധാനപ്പെട്ട കാരണം ഇരുട്ടാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് എന്ന് നാം കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ തിന്മ പ്രവൃത്തികൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നത് കാണുമ്പോൾ സാധാരണയായി നമ്മുടെ പഴമക്കാർ പറയാറുണ്ട്, തിന്മ സംഭവിക്കുന്നത് അറിവുകളുടെ കുഴപ്പം കൊണ്ടാണ്, വിദ്യാഭ്യാസമില്ലാത്ത സമൂഹങ്ങളിലാണ് ഇങ്ങനെയൊക്കെ ഉള്ള തിന്മ പ്രവൃത്തികൾ ധാരാളമായി സംഭവിക്കുന്നത് എന്ന് നാം സാധാരണ വിലയിരുത്താറുണ്ട്. എന്നാൽ നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ, ഈ AI യുഗത്തിൽ, നിർമ്മിത ബുദ്ധിയുടെ കാലയളവുകളിൽ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സുപ്രധാനമായ ഒരു കാര്യം, വിദ്യാഭ്യാസമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, അറിവില്ലായ്മയല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. സാംസ്കാരിക സമ്പന്നമായ ഒരു സമൂഹത്തിന്റെ അംഗമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഒരു കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും വലിയ വലിയ കുടുംബങ്ങളിലെ തറവാട് വീടുകളിലെ ആൺകുട്ടികൾക്ക് മാത്രമായി സംവരണം ചെയ്തിരുന്നൊരു കാര്യമാണ് വിദ്യാഭ്യാസം. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം തന്നെ നിഷേധിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാതിരുന്ന കാലഘട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. വിദ്യാഭ്യാസത്തിന്റെ വാതായനങ്ങൾ വലിപ്പച്ചെറിപ്പ വ്യത്യാസമില്ലാതെ, കുലഹീന വ്യത്യാസമില്ലാതെ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സംസ്കൃതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വളരെ മുൻതൂക്കം കൊടുക്കുകയും എല്ലാ കാര്യത്തിലും അവർക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം. പണ്ട് കാലങ്ങളിലൊക്കെ
നമ്മുടെ പ്രിയപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിലോ മറ്റോ പോയാൽ അവരുടെ വർത്തമാനങ്ങൾ അറിയുവാൻ, അവരുടെ ഒരെഴുത്ത് ലഭിക്കുവാൻ നമുക്ക് ദിവസങ്ങൾ വേണ്ടി വന്നിരുന്നു. വളരെ അകലങ്ങളിൽ മാസങ്ങളിൽ മാത്രം ലഭിക്കുന്ന ഒരെഴുത്തിന്റെ അകമ്പടിയോടെ അതിൽ സംതൃപ്തിപ്പെട്ട് ജീവിച്ചു പോകുന്ന കുടുംബങ്ങളും കുടുംബാംഗങ്ങളും ആയിരുന്നു അന്ന കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും വലിയൊരു വീട്ടിൽ ധനികനായ ഒരു മനുഷ്യന്റെ വീട്ടിലുള്ള ഒരു ലാൻഡ് ഫോണിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം, വിദൂരങ്ങളിലൂടെ ആളുകളിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം കേൾക്കാൻ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ആ ഒരു വ്യഗ്രതയും ആഗ്രഹവും നമുക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ കാലഘട്ടമൊക്കെ മാറി. ഇന്ന് വിരൽത്തുമ്പിലാണ് വിജ്ഞാനം. നമ്മുടെ വിരലൊന്ന് അനക്കിയാൽ വിദൂരങ്ങളിൽ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വാർത്തകൾ അവരുടെ ഇമേജ് സഹിതം, അവരുടെ ഫോട്ടോ സഹിതം നമുക്ക് കാണുവാനും സംസാരിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. എങ്കിലും ഒരു വ്യത്യാസമാണുള്ളത്. പണ്ട് കാലങ്ങളിൽ വിവര സാങ്കേതിക വിദ്യ അത്ര വികസിക്കാതിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ കുടുംബ ബന്ധങ്ങളുടെ ഇടയെഴുപ്പം വളരെ വലുതായിരുന്നു. സ്നേഹവും ഊഷ്മളമായ സ്നേഹബന്ധങ്ങൾക്ക് വളരെ ഇടയെടുപ്പമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു അന്നെങ്കിൽ ഇപ്പോൾ മണിക്കൂറുകൾ വ്യത്യാസത്തിൽ സംസാരിക്കുകയോ സന്ദേശങ്ങൾ കൈമാറുവാനോ ഉള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ പോലും കുടുംബ ബന്ധങ്ങളും ശിഥിലമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പ്രായമോ പക്വതയോ ഒന്നും നോക്കാതെ എന്ത് തിന്മയ്ക്കും വേണ്ടി വശംവദരാകുന്ന, വശീകരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ചെന്നുപെടുന്ന ടീനേജ് കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോരുന്നത്. ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ മുതിർന്നവർ മാത്രം, അഡൽട്ടായിട്ടുള്ള ആളുകൾ മാത്രം ചെയ്തു വന്നിരുന്ന ഏതെങ്കിലുമൊക്കെ തിന്മ പ്രവൃത്തികളെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ മാത്രം കുത്തകയായി നിന്നെങ്കിൽ ഇന്നതല്ല. ഇന്ന് നമ്മുടെ സ്കൂൾ തലങ്ങൾ മുതൽ മുൻപോട്ടുള്ള സമയങ്ങളിൽ ജീവിക്കുന്ന ആളുകളിലേക്കൊക്കെ ഈ തിന്മകളൊക്കെ വന്നു കയറുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ വളരെ ബഹുമാന പുരസ്സരം നെഞ്ചോട് ചേർത്ത് സരസ്വതി ക്ഷേത്രം എന്ന പേരിൽ വിളിച്ചിരുന്ന നമ്മുടെ വിദ്യാലയങ്ങളുടെ പരിസര പ്രദേശങ്ങൾ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ യൗവനക്കാരെ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് പകരമായി അവരെ ലഹരിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന സ്ഥലങ്ങളായി മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം ഗ്രഹിക്കുമ്പോൾ നമ്മെ തിന്മ എത്രമാത്രം കാർന്നു നിന്നിരിക്കുന്നു എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. നമ്മുടെ സമൂഹത്തിന് ഊടും പാവും നൽകുവാൻ തക്കവണ്ണം കഴിവുള്ള, അറിവുള്ള, വിദ്യാഭ്യാസമുള്ള, വിവരശേഷിയുള്ള, ക്രിയാത്മകതയുള്ള നമ്മുടെ യൗവനക്കാരുടെ ക്രിയേറ്റിവിറ്റിയെ അവർ സമൂഹത്തിന് നൽകാൻ കഴിവുള്ള അവരുടെ സംഭാവനകളെ മുളയിലെ നുള്ളിക്കളഞ്ഞ് മായാവലയത്തിന്റെ ഉള്ളിലാക്കി പിശാചിന്റെ പിറകെ തിന്മയുടെ മൂർത്തിഭാവമായ ആ പൈശാചിക ശക്തിയുടെ പിഴക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കുടുംബ ബന്ധങ്ങൾക്ക് ഇവിടെ യാതൊരു വിലയുമില്ലാതാകുന്നു. സഹോദര ബന്ധങ്ങൾക്ക് യാതൊരു വിലയുമില്ലാതാകുന്നു. കൊല്ലുവാനും നശിപ്പിക്കുവാനുമുള്ള വ്യഗ്രത മനുഷ്യനിൽ അവൻ കടന്നു കയറിയിരിക്കുന്നു. എന്തോ വ്യാമോഹങ്ങളുടെ പിറകെ മനുഷ്യൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളിൽ വ്യക്തിപരമായി ഞാൻ സംസാരിച്ചിട്ടുള്ള ഏതെങ്കിലും ലഹരി മരുന്നിനോ കൊലപാതകത്തിനോ അല്ലെങ്കിൽ സാമൂഹ്യ തിന്മകൾക്കോ വശംവദരായി ജീവിക്കുന്ന ആളുകളുമായുള്ള വ്യക്തിപരമായ ഇടപെടലിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, ഒരു മനുഷ്യന് പോലും, ഒരു യൗവനക്കാരന് പോലും, അവൻ മനുഷ്യ സൃഷ്ടിയായി പിറന്ന ഒരാൾക്ക് പോലും ഒരിക്കലും ഒരു കൊലപാതകനാകാൻ മനസ്സില്ല. ലഹരിക്ക് അടിമപ്പെട്ടവനായി ജീവിക്കാൻ മനസ്സില്ല. ഒരു താന്തോന്നിയായി ജീവിക്കാൻ മനസ്സില്ല. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യനെ കൊലപാതകികളും സാമൂഹിക തിന്മ ചെയ്യുന്ന മനുഷ്യരുമാക്കി തീർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രേരക ശക്തി മനുഷ്യന്റെ രക്തധമനികളിൽ, മനുഷ്യന്റെ ചിന്താമുഖരങ്ങളിൽ, മനുഷ്യന്റെ ഹൃദയാന്ത ഭാഗത്ത് കുടിയിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു വസ്തുതയായി നിലനിൽക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ
മനുഷ്യൻ തിന്മയിലേക്ക് അതപ്പതിച്ചു പോകാതിരിക്കാൻ അവന്റെ കൈപിടിച്ചവനെ ഉയർത്തി നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ മേഖല എന്ന് പറയുന്നത്. വിദ്യാസമ്പന്നരായ ആളുകൾ, പോലീസ് മേധാവികൾ, എക്സൈസ് വകുപ്പുകാർ, അങ്ങനെ മനുഷ്യന്റെ നന്മയെ ആഗ്രഹിക്കുന്ന ഒട്ടനവധിയായ സംഘടനകൾ ചേർന്ന് മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള അശ്രാന്ത പരിശ്രമങ്ങളുടെ നടുവിലും അവർ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ വണ്ണം കൈവിട്ടുപോയൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ സമൂഹത്തെ രക്ഷിക്കാൻ ആർക്ക് കഴിയും എന്ന ചോദ്യം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ അവൻ എനിക്ക് എന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒരു ലക്ഷ്യം കൂടാതെ പറയാൻ കഴിയും. അവൻ കഴിഞ്ഞ കാലങ്ങളിലെ സുവിശേഷ പ്രഘോഷണങ്ങളുടെയും സുവിശേഷം പങ്കുവെക്കുന്നതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവൻ നരഭോജികളെ മനുഷ്യരാക്കുവാൻ, അവൻ ലഹരിക്കടിമകളായി പോയവർക്കൊരു പുതിയ ജീവിതം നൽകുവാൻ, സമൂഹത്തിന്റെ താഴത്തിന് അവൻ തെറ്റായ നിലയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹിക ദ്രോഹികളെന്ന് മുദ്രകുത്തി അവൻ മനുഷ്യൻ കൊണ്ടു നടക്കുന്ന ഒട്ടനവധിയായ ജീവിതങ്ങളെ പുതുജീവിതത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുള്ള ഒട്ടനവധിയായ സംഭവങ്ങളെ കുറിച്ച് എനിക്ക് സവിസ്തരമായി പറയുവാൻ തക്കവണ്ണം കഴിയും. ഞങ്ങളിവിടെ പ്രഘോഷിക്കുന്ന സുവിശേഷം ഒരു സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശമാണ്. മനുഷ്യരാശി ഒന്നടങ്കം പാവത്തിന്റെ പടുകുടിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് മനുഷ്യന്റെ ഓൾ ബീയിങ്ങിനെ, മനുഷ്യന്റെ ചിന്താശക്തിയെ, മനുഷ്യന്റെ പ്രവർത്തനക്ഷമതയെ, മനുഷ്യന്റെ ശരീരത്തിലോടുന്ന അവൻ ചൂടുള്ള രക്തത്തെ, പാവമെന്ന് പറയുന്ന അവൻ മലീമസതയുടെ വശീകരണ ശക്തി അവൻ മനുഷ്യനെ പിടിച്ച് അവനെ അടിമയാക്കി മുൻപോട്ട് നയിച്ചുകൊണ്ട് നന്മയിലേക്ക് വരാൻ കഴിയാതെ അവന്റെ മുൻപിൽ അടിമത്തെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അടിമച്ചങ്ങല, പാവത്തിന്റെ അടിമച്ചങ്ങല, ദുഷ്പ്രവർത്തിയുടെ അടിമച്ചങ്ങല പൊട്ടിച്ചുകൊണ്ട് മനുഷ്യനെ നേർവഴിക്ക് നടത്താൻ കഴിവുള്ള ഒരൊറ്റ സന്ദേശമേ ഉള്ളൂ. അതാണ് ഈ 4 മണി കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന സുവിശേഷത്തിന്റെ ശബ്ദം. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതചിന്തയല്ല. സുവിശേഷം എന്ന് പറയുന്നത് തത്വചിന്തയുടെ ചില പാഠങ്ങളല്ല. സുവിശേഷം എന്ന് പറയുന്നത് സ്വന്തം ഏതെങ്കിലും ഒരു മതത്തിന്റെ പഠിപ്പിക്കലല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. ആ വ്യക്തി സ്വന്തം ഒരു രാഷ്ട്രസ്ഥാപകനോ, അവൻ മത തീവ്രവാദിയോ, ഒരു മതത്തിന്റെ നായകനോ, അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി ഉദയം ചെയ്ത ഒരു യുഗപുരുഷനോ അല്ല. പിന്നെയോ അവൻ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് സകല മാനവജാതിയുടെയും പാവത്തിന്റെ അവൻ പരിണതഫലമായ മരണത്തിന്റെ കരങ്ങളിൽ നിന്ന് മനുഷ്യരെ വീണ്ടെടുക്കാൻ തക്കവണ്ണം സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്ന് കന്യകമറിയയിൽ ഉദയം ചെയ്ത് പാലസ്തീനിന്റെ പച്ചമണ്ണിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീരപ്രവൃത്തികളും ചെയ്ത് കുരുടന് കാഴ്ച കൊടുത്തു, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി, അവൻ പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിച്ച് നടക്കുമാറാക്കി, മരിച്ചുപോയവരെ തിരിച്ചു നൽകുവാനൊക്കെ വണ്ണം ജീവൻ പകർന്ന് നാടെങ്ങും നന്മ ചെയ്ത ശേഷം തിരുവെഴുത്തുകളിൽ പ്രകാരം രണ്ടുകളന്മാരുടെ മധ്യത്തിൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിക്കൊടുത്ത് മരിച്ച് അടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സവിധി തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥയണയ്ക്കുന്ന ശ്രീ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സദ്വാർത്തയാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇതം പ്രഥമമായി അവൻ കാലത്തിന്റെ യവനികയ്ക്കകത്തേക്ക് ഉദയം ചെയ്ത ഒത്തിരി യുഗപുരുഷന്മാരുണ്ട്. അവരൊക്കെ ഒന്നുകിൽ ഒരു രാഷ്ട്രത്തെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ സ്വസമുദായത്തെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ അവരവരുടെ ആളുകളെ രക്ഷിക്കാൻ
രക്ഷിക്കാൻ വേണ്ടിയാകാം അവരെല്ലാം ഉദയം ചെയ്തിട്ടുള്ളതെങ്കിൽ യേശു ക്രിസ്തു ഒരു സമൂഹത്തിന്റെ ദൈവമല്ല, യേശു ക്രിസ്തു ഒരു രാഷ്ട്രത്തിന്റെ ദൈവമല്ല, യേശു ക്രിസ്തു അവൻ അഖില ലോക രക്ഷിതാവാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു അവൻ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. അവൻ മനുഷ്യരെ എല്ലാം സമന്മാരാക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പാപമെന്ന് പറയുന്നത്. കേൾക്കുന്ന സ്നേഹിതനെ, താങ്കൾ ഒരു പക്ഷേയെങ്കിൽ അവൻ ഒരു പണ്ഡിതനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പവണനായിരിക്കാം, താങ്കൾ ഒരു പക്ഷേയെങ്കിൽ ഒരു ധനവാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദരിദ്രനായിരിക്കാം, താങ്കൾ ഒരു ലക്ഷപ്രഭുവായിരിക്കാം, അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ കോളനിയിൽ താമസിക്കുന്നവനായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ കണ്ണിൽ അവൻ ദൈവം നോക്കുമ്പോൾ മാനവജാതിയെ കുറിച്ച് ദൈവത്തിന് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എല്ലാവരും പാപം ചെയ്തു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ആദിമ മനുഷ്യനായ ആദാമിന്റെ രക്തത്തിൽ ഉത്ഭവിച്ച മാനവകുലത്തിലെ സകല മനുഷ്യരെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാട് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. All have sinned and come short of the glory of God. ദൈവത്തിന്റെ തേജസ്സിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ തേജസ്സ് നഷ്ടപ്പെട്ടവനായി ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന കർമ്മത്തിൽ പരാജിതനായി തീർന്നു പോയത് കൊണ്ട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി അലഞ്ഞുകൊണ്ടോടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മനുഷ്യന്റെ മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തുന്നത് കൊണ്ടാണ് അവൻ പാപക്ഷമയ്ക്ക് വേണ്ടി ഓടേണ്ടി വരുന്നത്. മനുഷ്യന്റെ മനസാക്ഷി എന്ന സത്യകോടതി മനുഷ്യനോട് ശുശ്രൂഷ പറയുന്നു, നീ ഒരു പാപിയാണ്, നിനക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്, രക്ഷകനെ ആവശ്യമുണ്ട് എന്നുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പാപക്ഷമയ്ക്ക് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. രാഷ്ട്രീയപരമായി പറഞ്ഞാലും സാമൂഹികപരമായി പറഞ്ഞാലും മതപരപരമായി പറഞ്ഞാലും മനുഷ്യന്റെ മനസാക്ഷിയിൽ ഉണ്ടാകുന്ന ബലഹീനതകളെ ചൂഷണം ചെയ്തുകൊണ്ട് അവന്റെ മേൽ കൊടികുത്തി വാഴുന്ന ഒത്തിരി ആധിപത്യങ്ങളുണ്ട്. അതിൽ അവൻ മതപരമായ ആധിപത്യങ്ങൾ, രാഷ്ട്രീയപരമായ ആധിപത്യങ്ങൾ, സാമൂഹികപരമായ ആധിപത്യങ്ങൾ എന്നിങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യനെ അവൻ പലതിന്റെയും പേരിൽ പറഞ്ഞു ഭയപ്പെടുത്തി മോക്ഷത്തിന് വേണ്ടി തെറ്റായ വഴിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു പൈശാചിക കൂട്ടുകെട്ട് അവൻ നമ്മുടെ ലോകത്ത് സുദൃഢമാണ്. എനിക്കൊക്കെ പ്രിയപ്പെട്ടവരെ, ചില നാളുകൾക്ക് മുൻപ് അവൻ മലയാളികൾ അടങ്ങുന്ന 3 അംഗ സംഘം തെറ്റായി ധരിക്കപ്പെട്ട മോക്ഷത്തിന് വേണ്ടിയുള്ള യാത്രയുടെ ഇടയിൽ ജീവിതം എന്നേക്കുമായി നഷ്ടപ്പെട്ടവരായുള്ള കഥ നമുക്ക് വായിക്കുവാനൊക്കെ വണ്ണം കഴിഞ്ഞു. നമ്മുടെ ഈ തൊട്ടടുത്ത സ്ഥലമായ ഇലന്തൂരിൽ അവൻ സ്വന്തം മോക്ഷത്തിന് വേണ്ടി എന്നുള്ള നിലയ്ക്ക്, ഐശ്വര്യം ഉണ്ടാകേണ്ടതിന് വേണ്ടി എന്നുള്ള നിലയ്ക്ക് മതപരമായ ചൂഷണത്തിന് വിധേയയായി അവൻ ജീവൻ പൊലിഞ്ഞുപോയ ഒരു സഹോദരന്റെ കഥ നമുക്ക് അവനോട് വായിച്ചതാണ്. അപ്പോൾ മനുഷ്യന്റെ ബലഹീനതകളെ ചൂഷണം ചെയ്തുകൊണ്ട് അവനെ അടിമത്തത്തിലേക്ക് തിരിച്ചുകൊണ്ട് അവനെ എല്ലാ നിലയിലും തകർത്ത് കളയാനുള്ള ഒരു സംയുക്തമായ നീക്കം മനുഷ്യനോടുള്ള ബന്ധത്തിൽ നടക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവൻ യേശു ക്രിസ്തു വന്നത് മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള സമ്പൂർണമായ നടത്തിപ്പിന് വേണ്ടിയാണ്. അഥവാ അവൻ മനുഷ്യന് ലോകത്തിലെ ഒരു യാഗങ്ങളോ, ലോകത്തിലെ ഒരു മോശപ്രസ്ഥാനങ്ങളോ, ലോകത്തിലെ ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളോ, ലോകത്തിലുള്ള എന്തെങ്കിലും അവൻ സ്വന്തം കാര്യങ്ങൾക്കോ അവന്റെ മനസാക്ഷിയിലും അവന്റെ ശരീരത്തിലും അവന്റെ രക്തത്തിലും അടങ്ങിയിരിക്കുന്ന പാപത്തിൽ നിന്ന് അവന് മോചനം നൽകാൻ കഴിയാതിരിക്കുമ്പോൾ പാപക്ഷമയ്ക്കായി ദൈവിക കോടതിയിൽ ദൈവം നിശ്ചയിച്ച ദൈവത്തിന്റെ തീർപ്പെന്ന് പറയുന്നത് തന്റെ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, താങ്കൾ ഒരു പക്ഷെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി അവൻ ധാരാളം കാര്യങ്ങൾ ചെയ്ത് കൈകൊടുന്ന ഒരാളായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ഏതെങ്കിലും ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ പിടിക്കപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതത്തിന്റെ ഉരാക്കെടുക്കുകളെ നിങ്ങൾ അകപ്പെട്ടിട്ട് മുൻപോട്ട് എനിക്ക് ജീവിക്കണ്ട, സന്തോഷം ഞാൻ അനുഭവിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, എനിക്കിനി എന്റെ മുൻപിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ, ജീവിതം അവസാനിപ്പിക്കുക, മുൻപോട്ട് പോകാൻ എനിക്ക് മനസ്സില്ല, എന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്ന്
പറഞ്ഞുകൊണ്ട് മനസ്സിലും ആത്മാവിലും മുറിവെറ്റവരെ പോലെ മുൻപോട്ട് നീങ്ങുന്ന വ്യക്തിയായിരിക്കാം. ഇന്ന് ഈ വൈകുന്നേരമായ സമയം അവൻ വിശുദ്ധ ബൈബിളിനെ ആധാരമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ സന്നിവേശം ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. താങ്കളുടെ പാപത്തെ കടിച്ചു വെപ്പായിരുന്നാലും നിങ്ങളുടെ പാപങ്ങളെ കഴുകി വെടിപ്പാക്കുവാൻ കാൽവരിയിൽ യേശു തമ്പുരാൻ ഒഴുക്കിയ രക്തത്തിന് ശക്തിയുണ്ട്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് ജീവിത പ്രതിസന്ധിയെയും മറികടക്കാൻ തക്കവണ്ണം നിങ്ങളെ ശക്തീകരിക്കാൻ കഴിവുള്ള ദൈവപുത്രനായ ക്രിസ്തു നിങ്ങളുടെ ഹൃദയമെന്ന അവൻ കവാടത്തിൽ മുട്ടി വിളിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടം തുറന്ന് രക്ഷകരായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിനെടുത്താൽ താങ്കൾക്ക് മനസ്സുണ്ടോ? ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ക്രിസ്തുവിനെ ഇത് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒരു കാലത്ത് സമാധാനമോ സന്തോഷമോ ലഭിക്കാൻ കഴിയാതെ ജീവിതത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടത്തിലെല്ലാം തകർന്നതുപോലെ ജീവിച്ചിരുന്ന ഞങ്ങളുടെ ജീവിതത്തിന് പുതുശക്തിയും പുതിയ ഡയറക്ഷൻ നൽകി അനേകരെ രീതിയിലേക്ക് തിരിക്കാനുള്ള ഉത്സാഹം നൽകി ഇന്ന് ഈ കവലയിൽ വന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്ന ഈ സത്യസുവിശേഷം ഞങ്ങളെ ഒരു കാലത്ത് രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞ സത്യസുവിശേഷമാണ്. അതുകൊണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. യേശു ക്രിസ്തു നിങ്ങളെ മാടി വിളിക്കുകയാണ്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഇന്ന് പകൽ യേശു ക്രിസ്തു ഒരു മനസ്സുണ്ട്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എത്ര വലിയ പ്രശ്നമാണെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, നിങ്ങളെ അവന്റെ പൈതലാക്കി തീർക്കുവാൻ, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ, നിങ്ങളുടെ കഠോരമായ കഠിനമായ മാനസിക പിരിമുറുക്കത്തെ മാറ്റി സമാധാന അന്തരീക്ഷത്തെ നയിക്കുവാൻ തക്കവണ്ണം കർത്താവിന് മനസ്സുണ്ട്. അതുകൊണ്ട് ഈ സുവിശേഷത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഞാൻ അനവധി തവണ പരിശ്രമിച്ചതാണ്, ഞാനൊരു പരാജയത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്, ഞാൻ മോക്ഷത്തിന് വേണ്ടി ഒത്തിരി അലഞ്ഞ വ്യക്തിയാണ്, എനിക്ക് നീ നൽകുന്ന മോക്ഷം സമാധാനം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നുവെന്ന് ഹൃദയംഗമായി നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്നുകൊണ്ട്, നിങ്ങൾ അവനായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണ് അങ്ങ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ സൃഷ്ടിയാക്കുവാൻ തക്കവണ്ണം കർത്താവിന് മനസ്സുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ സകല അനീതിയും നോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ യേശു ക്രിസ്തു വിശ്വസ്തനാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സുവിശേഷത്തിന്റെ സുന്ദരമായ ഒരു സന്ദേശം ഈ ദേശത്തെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ സുവിശേഷത്തിന്റെ സന്ദേശത്തെ കേൾക്കും തോറും ഹൃദയങ്ങളെ കഠിനമാക്കി ഈ സുവിശേഷത്തിന്റെ വചനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങളുടെ സന്ദേശം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ മനസ്സില്ല, ഞങ്ങളുടെ മനസ്സതിനെ ഞങ്ങളെ അനുവദിക്കുന്നില്ല, ഞങ്ങളുടെ പാരമ്പര്യങ്ങൾ ഞങ്ങളതിനെ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും താങ്കൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നു, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല സ്നേഹിത. നാം താൽക്കാലികമായി ജീവിക്കാൻ തന്നിരിക്കുന്ന ഒരു ആയുസാണ് ഈ ഭൂമിയിൽ നമുക്കുള്ളത്. അതെത്രയെന്ന് നമുക്ക് പറയുവാനായി കഴിയുകയില്ല. എപ്പോഴാണ് നമ്മെ മരണം പുലുകുന്നതെന്ന് അറിയാൻ കഴിയുകയില്ല. അതൊരുപക്ഷെങ്കിൽ ശൈശവത്തിലാകാം, ചിലപ്പോൾ യൗവനത്തിലാകാം, ചിലപ്പോൾ വാർദ്ധക്യത്തിലാകാം, ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാകാം, നമ്മൾ ജോലി ചെയ്യുമ്പോഴാകാം, എപ്പോഴും വേണമെങ്കിലും ആകാം. മരണം ഇന്നല്ലെങ്കിൽ നമ്മെ മാടി വിളിക്കും. ലോകത്തെ കിടുകിടാപുരപ്പിച്ച ശ്രേഷ്ഠന്മാരായ ഹീറോകൾ ആരും ഇന്ന് ലോകത്തിൽ അവശേഷിക്കുന്നില്ല. കാലയവനിക്കകത്ത് അവർ പുൽകേണ്ടി വന്നു. അവരുടെ ജീവിതമെല്ലാം അവർ കാലയവനിക്കകത്ത് മറയുവാനിടയായി തീർന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇത് തന്നെ സംഭവിക്കും. എന്നാൽ മരണത്തിന്റെ കരങ്ങളിൽ നമ്മൾ അമരും പോരും ഞാൻ യേശുവിന്റെ പൈതലായി തീർന്നിരിക്കുകയാണ്. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. ഞാൻ ദൈവത്തിന്റെ ഫാമിലിയിൽ ഒരു അംഗമാണെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് നാം മരിക്കുന്നതെങ്കിൽ മരണത്തിന് നമുക്ക് ഭയക്കേണ്ടതായിട്ടില്ല. എന്നാൽ മരണത്തിന്റെ അനന്തരം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം എന്ന് പറയുന്നത് ന്യായവിധിക്കായിട്ടുള്ള ജീവിതമാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഈ ലോക ജീവിതത്തിന്റെ അവസാനത്തിങ്കിൽ മരണത്തെ പുൽകിയ അനന്തരം ദൈവത്തിന്റെ ന്യായവിധി കോടതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. യേശു ക്രിസ്തു മുഖാന്തരമുള്ള സൗജന്യമായ രക്ഷയും സമാധാന ജീവിതവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പുറങ്കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്നുവെങ്കിൽ
ദൈവത്തിന്റെ ന്യായവിധി കോടതിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദം എന്ന് പറയുന്നത് ശപിക്കപ്പെട്ടവരെ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന അവൻ തീപ്പൊയ്കയിലേക്ക് പോകുവിരുന്ന ശബ്ദമാണ്. കർത്താവ് മുഖാന്തരം നൽകുന്ന സൗജന്യമായ രക്ഷാസുവിശേഷത്തെ അംഗീകരിക്കാൻ കഴിയാതെ നിങ്ങളുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള ദൂത്, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് പാപക്ഷമ പ്രാപിച്ച് കർത്താവിന്റെ ഭവനത്തിന് ഒരു പൈതലായി മാറാനുള്ള സമയം ഇപ്പോഴാണ്. നിങ്ങൾ ഈ സമയത്തെ അവഗണിച്ച് മുന്നോട്ട് പോകരുത്. അങ്ങനെ പോകുന്ന പക്ഷം കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ, സിംഹാസനത്തിന് മുൻപിൽ നിൽക്കപ്പെടുകയും അനന്തരം ന്യായവിധിയായ തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലേക്ക് തള്ളപ്പെടേണ്ടതായ അവസരങ്ങൾ വരും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഈ നാട്ടുകാരും ദൈവത്തിന്റെ ന്യായവിധി കോടതിക്ക് മുൻപാകെ ചെന്നിട്ട് ആ നരകത്തിലേക്ക് എത്തപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കാത്തതാണ് ഇന്ന് ഈ കവലയിൽ വന്നിങ്ങനെ പ്രസംഗിക്കാനുള്ള ഞങ്ങളുടെ പിന്നിലെ വ്യഗ്രത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തു മുഖാന്തരം ഒരുക്കുന്ന സൗജന്യ രക്ഷ സ്വായത്തമാക്കുവാൻ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും ജീവിത പ്രശ്നങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സമാധാനമില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇവിടെ പ്രസംഗിച്ച സുവിശേഷ വചന സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടുവാനുള്ള അവസരങ്ങളുണ്ട്. അതിനുവേണ്ടി ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകളെ ഇവിടെ നിർത്തുന്ന ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി ഈ സുവിശേഷ സന്ദേശം കേൾക്കാൻ തക്കവണ്ണം മനസ്സ് കാണിച്ച നിങ്ങളെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.